என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு குழந்தையோட ஒரே கேங் இதான். ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഒരു ഫാന്റസി ആപ്പിന്റെ കേസ് സ്റ്റഡിയാണ്. നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുള്ള പോലെ ആപ്ലിക്കേഷന്റെ വന്നിട്ട് പേര് ഫെയർപ്ലേ എന്നാണ്. നമ്മൾ പലരും വന്നിട്ട് ഇപ്പോൾ ഉള്ള ക്രിക്കറ്റ് കളികളും അതുപോലെ തന്നെ ഫുട്ബോൾ ബാക്കി ഗെയിംസിന്റെ ഇടയ്ക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പരസ്യമാണ് ഈ ഫെയർപ്ലേ ആപ്പ്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫെയർപ്ലേ ന്യൂസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നുണ്ടായിരിക്കുക. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നസീർ വന്നിട്ട് മറുകുട്ടിച്ചിട്ടുള്ള ആ പഴയ പരിപാടി ഉണ്ടല്ലോ, മറുകുട്ടിച്ച വേറെ ആളായി. ആ സ്കീം തന്നെയാണ് ഇവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫെയർപ്ലേ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെപ്പറേറ്റ് ആണ്. അതിന് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രൺവീർ കപൂർ, അതുപോലെ വേറെ പല ബോളിവുഡ് സെലിബ്രിറ്റീസ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് പോലുള്ള ഇയൻ മോർഗൻ, അതുപോലെ തന്നെ സുനിൽ നരൈൻ, പിന്നെ മേരി കോം നമ്മുടെ ബോക്സിങ്ങിന്റെ, ഇവരൊക്കെ വന്നിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഈ ആപ്പിന്റെ ഒപ്പം ഉണ്ട്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെയർപ്ലേ ന്യൂസിനെ പറ്റിയിട്ടല്ല. അതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ബേസിക് ആയിട്ടുള്ള സ്പോർട്സ് ന്യൂസ് കാര്യങ്ങൾ അപ്ഡേഷനും പിന്നെ ചെറിയ ക്യൂസ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെയാണ് ആ ആപ്പിൽ നടത്തുന്നത്. പക്ഷെ ആ ആപ്പ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കമ്പനി ഉദ്ദേശിക്കുന്നത് ഫെയർപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫാന്റസി സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ മുമ്പ് എന്നും പറയുന്ന പോലെ ഒരു ഡിസ്ക്ലെയിമർ പറയാണ്, നമ്മൾ വന്നിട്ട് യാതൊരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻ വന്നിട്ട് യൂസ് ചെയ്യാനോ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ല. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഈ നമ്മുടെ ഈ വീഡിയോ പറയുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും എന്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം 100% ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇവര് വന്നിട്ട് ഈ ഫെയർപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നിട്ട് ഓൾമോസ്റ്റ് അതിന്റെ എന്താ പറയാ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ 2015 ലേ ചെയ്തിട്ടുള്ളത്. അത് അപ്പോൾ ഏകദേശം ഒരു 7 years ആയിട്ട് ഓൺലൈനായിട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഫെയർപ്ലേ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്കാണ് നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിലാണ് ഇവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ഇവരൊരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ എന്താ പറയാ ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ എന്ന പേരിലാണ് ഇവർ വന്നിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ മുമ്പ് വൺ എക്സ്പെക്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. അത് കാണാത്തതുകൊണ്ട് വെച്ചാൽ നമ്മളിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അതും ഈ ആപ്ലിക്കേഷനായിട്ട് കുറെ സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അത് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അത് കാണാത്തവരാണെന്ന് വെച്ചാൽ അത് കാണാം. ഇപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ല വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വന്നിട്ട് നമുക്ക് ഫെയർപ്ലേനെ കുറിച്ച് പറയാം. അപ്പോൾ മുംബൈ രജിസ്റ്റേർഡ് കമ്പനിയാണ്. മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈൻ ആയിട്ടുള്ള ഫാന്റസി പ്രൊഡിക്ഷൻ ആണ്. അത് വന്നിട്ട് നമുക്ക് റിയൽ ഗെയിംസും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ഗെയിംസും ഉണ്ട്. നമുക്കറിയാം അല്ലാത്ത ഗെയിംസ് ഒക്കെ ഒരുവിധമൊക്കെ അൽഗോരിതം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ റിയൽ ഗെയിംസിന്റെ കേസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇന്ന് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് 25 സെപ്റ്റംബർ 25, 2022 ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് വന്നിട്ട് നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യാണ് ഇന്ത്യ വന്നിട്ട് ഇന്നത്തെ കളി ജയിക്കും. നിങ്ങൾ അതിന്റെ മുകളിൽ പൈസ ബെറ്റ് ചെയ്യുന്നു, ഇന്ത്യ ജയിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ഓവറിൽ രോഹിത് ശർമ്മ വന്നിട്ട് 4ാം ബോളിൽ 6 അടിക്കുന്നു, നിങ്ങൾ ബെറ്റ് വെക്കുന്നു, 6 അടിക്കുന്നു, ജയിക്കുന്നു. ഇല്ലാച്ചാ നിങ്ങളുടെ പൈസ പോകുന്നു. ഇത്രയുള്ള സംഭവം നമ്മുടെ പണ്ടത്തെ അതേ ഗാംബ്ലിംഗ് ഫോർമാറ്റ് ഓൺലൈനായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഈ ആപ്പില് പറ്റുന്ന മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ വന്നിട്ട് ഇല്ലീഗൽ ആണ് ഗാംബ്ലിങ്. അതുകൊണ്ട് തന്നെ പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാര്യങ്ങളൊന്നും ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇത് വന്നിട്ട് പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാം ഉള്ള ചാൻസ് ഉള്ളതാണ്. മിക്കതും ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ പൂട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പല യൂട്യൂബേഴ്സിന്റെയും അതുപോലെ പല വീഡിയോസ് ഒക്കെ കണ്ടാണ്. ഒക്ട ട്രേഡ്സ്, 1x, പിന്നെ നമ്മുടെ ബിനോമോ തുടങ്ങിയ ആപ്ലിക്കേഷനിലൊക്കെ ഇപ്പോൾ RBIയുടെ കുറെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ ഭാവിയിൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ ദ ടൈം ചിലപ്പോൾ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ തന്നെ തപ്പേ കാണും, അധികം ആൾക്കാർ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ആപ്പ് വന്നിട്ട് തീർച്ചയായിട്ടും അടുത്തൊരു IPL കൂടിയിട്ട് അല്ലെങ്കിൽ വേൾഡ് കപ്പോടൊക്കെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഇത് വന്നിട്ട് എന്താ പറയാ, ലൂസിഫറിന്റെ പറഞ്ഞ പോലെ ഒരു രാജവമ്പാലയായിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് രീതിയിൽ പ്രൊമോഷൻ വെച്ച് ഇതിന്റെ ബേസിസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട്
നല്ല പെയ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇവരെ വീഡിയോയിലേക്ക് നമ്മുടെ ഈ ആപ്പ് വന്നിട്ട് ഞാൻ പേഴ്സണലി ഇൻസ്റ്റാൾ ചെയ്തു. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വന്നിട്ട് നല്ല രീതിയിലുള്ള റഫറിംഗ് ബോണസ് വന്നിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് നമ്മൾ 25 വന്നിട്ട് നിങ്ങൾ ഒരു റഫർ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് എമൗണ്ടിന്റെ 300% അവർ ഇരട്ടി ബോണസ് വരും. ആ ബോണസ് വന്നിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് അടുത്തൊരു കളിക്ക് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് പറഞ്ഞിട്ടുള്ള കളികളിൽ മാത്രമായിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോ കസിനോ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട്. ഓൺലൈനായിട്ടുള്ള കസിനോ, ചീട്ടുകളി, അങ്ങനെ ചില ഗെയിംസിൽ ഉപയോഗിക്കാം, ചിലത് പറ്റില്ല ഈ ബോണസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോ ബോണസ് നിങ്ങൾക്ക് 300% ലഭിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് ആള് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 15% കമ്മീഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇതാണ് ഈ ആപ്പ് ഫോർവേഡ് ചെയ്യുന്ന സംഭവം. ഇത് വന്നിട്ട് 100% ഇന്ത്യൻ മാർക്കറ്റിൽ ക്ലിക്ക് ആവും. കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരല്ലേ, കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ കറന്റ് ഈ ആപ്ലിക്കേഷനിൽ വന്നിട്ട് നമുക്ക് ഈ ബോണസ് ലഭിക്കുന്ന കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടീഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ 1000 രൂപയുടെ മുകളിലെ ഡെപ്പോസിറ്റ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ വന്നിട്ടുള്ള ബോണസ് കാര്യങ്ങൾക്കൊക്കെ എലിജിബിലിറ്റി ആവുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ വന്നിട്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് വന്നിട്ട് 24 hours ഉള്ളത് അവരിലേക്ക് വന്നാലാണ് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതേപോലെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് കളിച്ച് അത് മാത്രമാണ്, ആ പൈസ മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങളുടെ വിഡ്രോ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് വരില്ല. അത് കംപ്ലീറ്റ് ആ കമ്പനിയിലെ ഇതിൽ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബോണസിന്റെ കേസ്, ഈ ബോണസിന്റെ സംഭവം വേണം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് മാറ്റാം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഇവർ പറയുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വിഡ്രോവലിന്റെ കാര്യം പറയാച്ചാൽ വിഡ്രോവൽ വന്നിട്ട് നിങ്ങൾക്ക് 24/7 അവൈലബിൾ ആണ്. അഥവാ നിങ്ങളുടെ ഫണ്ട് ഹോൾഡ് ആയ 2 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളവർ തിരിച്ച് ഇട്ടു തരുന്നതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എങ്ങനെ ഇതിലേക്ക് പൈസ ഇടാനുള്ള മെത്തേഡ് നമ്മൾ നോക്കുക വെച്ചാൽ പലപ്പോഴും നമുക്ക് പൈസ ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ ഗാംബ്ലിംഗ് സൈറ്റ്സിലൊക്കെ. പക്ഷെ ഫെയർപ്ലേയിൽ വന്നിട്ട് അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട് ഗൈസ്. ഇന്ത്യയിൽ വന്നിട്ട് ഉള്ള നമ്മുടെ UPI ആപ്സ് ആയിട്ടുള്ള ഫോൺ പേ, Paytm, ഗൂഗിൾ പേ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ വന്നിട്ട് ഡെബിറ്റ് കാർഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്, അതുമല്ല നിങ്ങൾ വേറെ പുറത്തുനിന്നൊക്കെ ഇന്ത്യയിൽ പുറത്തുനിന്ന് കളിക്കാതെ നിങ്ങൾക്ക് ആസ്ട്രോ പേ, ബിറ്റ് കോയിൻ, ടെതർ എല്ലാം, അതായത് ഓൺലൈനായിട്ടുള്ള കോയിൻസ്, എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളി കാര്യം തന്നെയാണ്. പിന്നെ ഇത് വന്നിട്ട് ഇന്ത്യൻസിന്റെ ഇടയിൽ എത്ര പോപ്പുലർ ആവാൻ പോകുന്നതിന്റെ കാരണം വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ കേസ് സ്റ്റഡിയിൽ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് 10 രൂപയോ 20 രൂപ 30 രൂപയ്ക്കൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോ കറന്റ്ലി ഇതിൽ കളിക്കാൻ പറ്റുന്ന പൈസ എന്ന് വെച്ചാൽ 100 രൂപ മിനിമം നിങ്ങൾ ഇട്ടിട്ട് വേണം ഇതിൽ കളിക്കാൻ. നിങ്ങൾ ഒരു 1000 രൂപ ഇട്ട് കളിക്കുന്ന ആളാണെന്ന് വെച്ചാൽ 100 രൂപ ഇട്ടിട്ട് വേണം നിങ്ങൾക്ക് ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ഒരു ബെറ്റ് പ്ലേസ് ചെയ്യാൻ. അതല്ലെങ്കിൽ ഓട്സ് എന്നാണ് ഒരു കോമൺ ആയിട്ട് പറയുന്നത്, ഓട്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അറിയാം, ഒരു ഡ്രീം 11 എക്സാമ്പിളൊക്കെ നമുക്ക് 29 രൂപ 12 രൂപയുടെ ഒക്കെ വരെ കളിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു തമാശയ്ക്ക് കളിക്കാച്ച ഡ്രീം 11 ഒക്കെ കളിക്കാം. പക്ഷെ ഫെയർ പ്ലേയിൽ വരുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗെയിമിംഗ് ആണ്. നിങ്ങൾക്ക് വന്നിട്ട് നല്ല രീതിയിൽ പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പറയാൻ കാരണം 100 രൂപ പ്ലേസ് ചെയ്യും, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആ 100 രൂപ നിങ്ങളുടെ നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, പിന്നെ ഇവർ കമ്മീഷൻ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കറന്റ്ലി. ഇനി ഭാവിയിൽ അത് എടുക്കാം. അതൊക്കെ അവരുടെ ടേംസ് ആൻഡ് പോളിസീസിൽ അവർ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ബേസിക് ഔട്ട്ലൈൻ. അതുപോലെ തന്നെ വിഡ്രോവൽ വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് പൊതുവെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ എന്തെങ്കിലും ഡിലേ ആവച്ചാൽ അവർ 24 സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതാണ്. ആസ് ഇഫ് നൗ ഇതിലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ. ഓക്കെ, ഇനി വേറെ പറയാനുള്ളത്, ഈ ഗാംബ്ലിംഗ് ഇങ്ങനത്തെ ആപ്പുകൾ എന്തുകൊണ്ട് ബൂം ചെയ്യുന്നു നോക്കി കഴിഞ്ഞാൽ മെയിനായിട്ട് ഒറ്റ ലക്ഷ്യമുള്ളൂ. കറന്റ്ലി നമ്മുടെ ട്രെൻഡ് എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഇത് വന്നതോടുകൂടി ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ ഇട്ടിട്ട് പൈസ ഇരട്ടിയാക്കാം. ഈ ഇരട്ടിയാക്കാം എന്നുള്ള ചിന്തയാണ് ഈ ആപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഞാൻ വന്നിട്ട് ഒരിക്കലും ഗാംബ്ലിംഗ് ചെയ്യരുത്, കളിക്കരുതെന്നൊന്നും ആരോടും പറയില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങൾക്കത് വെറുതെ നിങ്ങൾ കളയുന്ന ഒരാളാണ്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹോബിക്ക് വേണ്ടി ചെയ്യാണ്, അല്ലാതെ നിങ്ങളെ ഫിനാൻഷ്യലായിട്ട് നിങ്ങളെ ഒരിക്കലും അത് ബാധിക്കില്ല എന്നൊക്കെ കോൺഫിഡൻസ് ഉള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അല്ല നമ്മൾ വന്നിട്ട് ഡെയിലി ഇതിനു വേണ്ടി
അല്ലാതെ ഇതിന്ന് പൈസ ഇട്ടിട്ട് ഞാൻ റിച്ച് ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കളിക്കാൻ പോകുന്നവരാച്ച യാതൊരു കാരണവശാലും ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊന്നും പോയി ചാടരുത്. നിങ്ങൾ എന്തായാലും നഷ്ടത്തിലേക്ക് തന്നെ ആകും. ഇത് എൻഡ് ചെയ്യുള്ളൂ. ഫിനാൻഷ്യലി നിങ്ങളത് ബ്രോക്ക് ആവും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ യാതൊരു കാരണവശാലും ഇടരുത്. കാരണം ഹൈ എമൗണ്ട്, ഒരു 1000 രൂപയൊക്കെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഒരു മലയാളിക്ക് അതൊരു ദിവസം സാലറിയാണ്. അത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടിരുന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെന്ന ഒരു ഹോബി പോലെയൊക്കെ പൈസ ഉള്ളവർക്ക് ചെയ്യാം. നമ്മുടെ ഷാരിഖിന്റെ വീഡിയോയിലൊക്കെ ലോട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വന്നൊരു ഫണ്ട് ഉണ്ട്, നിങ്ങളൊരു സിനിമയ്ക്കൊക്കെ പോകുന്ന ഒരാളാണ്, 500 രൂപ ടിക്കറ്റ് എടുത്ത് കാണുന്ന ആളാൾക്ക് 50 രൂപയ്ക്ക് ഒരു ലോട്ടറി എപ്പോഴേലൊക്കെ എടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലൊക്കെ തന്നെയാണ് നിങ്ങൾ വന്നിട്ട് ഒരുപാട് നിങ്ങളുടെ ഇതിന്, അതായത് നിങ്ങൾ എന്റർടൈൻമെന്റ്സിന് വേണ്ടി പൈസ ചെലവാക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനത്തെ ആപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം സ്ട്രിക്ട്ലി പേഴ്സണലാണ്. നമ്മൾ പേഴ്സണലി ഒരിക്കലും ആരോടും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ തീർച്ചയായും ഈ ആപ്പിൽ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് ഞാൻ 2-3 ദിവസം മുമ്പാണ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം കളി എങ്ങനെയാണ്, ഇതിന്റെ അൽഗോരിസം പാറ്റേൺസ് ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനൊരു സംഭവം, ഞാൻ കളിച്ച സംഭവങ്ങൾ കാണണം, അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ എത്ര രൂപ ഉണ്ടാക്കി, എത്ര നഷ്ടം വന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാച്ചാൽ ഫ്യൂച്ചറിൽ എന്തായാലും അടുത്തൊരു IPL ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആപ്പ് ബൂം ആവും. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാച്ചാൽ ഭാവിയിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഷുവറായിട്ടും ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് ഇടുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്താം. അപ്പൊ അടുത്തൊരു കേസ് സ്റ്റഡി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന്, നമുക്ക് 2 പേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. ലിങ്കിൽ വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അതിൽ വന്നിട്ട് ഫുൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിൽ മോൾ ഭാഗത്തായിട്ട് ലോഗിൻ, അതുപോലെ ജോയിൻ നൗ കാണാം. അതിൽ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ ജോയിൻ നൗ കൊടുക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ലോക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. അത് കൺഫേം ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് റെഫറൽ കോഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും മൊബൈൽ നമ്പർ നിങ്ങളുടെ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ആ ഇൻ്റർഫേസിൽ വന്നിട്ട് നമ്മൾ നോർമലായിട്ട് കാണിക്കുക നിങ്ങളുടെ പ്രൊഫൈലാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇന്ത്യയിലത്തെ ഒരു എല്ലാ റീജിയണൽ ലാംഗ്വേജും വന്നിട്ട് അവൈലബിൾ ആണ്. ഞാനിതിൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ പ്രൈവസി പോളിസീസ്, ബാക്കി കാര്യങ്ങൾ, നമ്മൾ ബെറ്റിംഗ് കണ്ടീഷൻസും ഒക്കെ നിങ്ങൾ അഗ്രിമെൻറ്റ് കാര്യങ്ങൾ അക്സെപ്റ്റൻസും കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ട് അതിൽ നമ്മൾ ലൈവായിട്ട് നടക്കുന്ന ഗെയിംസ്, അതുപോലെ ഫുട്ബോൾ, ക്രിക്കറ്റ് കാണിക്കാം. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓഡ്സ് എങ്ങനെ പ്ലേസ് ചെയ്യണം, അതിൻ്റെ വിഡ്രോവൽ, അതുപോലെ ഡെപ്പോസിറ്റ് തുടങ്ങിയ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ വാലറ്റിൽ ₹1 അവർ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഇട്ട് തരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളും നമുക്ക് മറ്റു മാർഗ്ഗേന നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ബാക്കി പോളിസീസ്, ഗേറ്റ് വേ പോളിസീസ് കാര്യങ്ങൾ, പിന്നെ എത്രയാണ് റിവാർഡ്, റെഫറൽ ബോണസ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് എങ്ങനെ കളിക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്ക് ടീമും കാര്യങ്ങളും സെലക്ട് ചെയ്യാം, അത് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട് റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സപ്പ്, അതുപോലെ ടെലഗ്രാം, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വന്ന് റെഫർ ചെയ്യാം. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ കളിയൊക്കെ നടക്കുന്ന ദിവസമാണ്. അതുപോലെ ഫുട്ബോൾ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അതിൽ 1, 2 എന്നൊക്കെ കാണിക്കുന്ന മോൾ ഭാഗത്തെയാണ് 1 എന്ന് പറഞ്ഞ ഒരു ടീം, 2 എന്ന് പറഞ്ഞ സെക്കൻഡ് ടീം, അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളതിൻ്റെ ഒരു ഐഡിയ. പിന്നെ ബെറ്റിംഗ് എമൗണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ₹100 ബെറ്റിംഗ് എമൗണ്ട് വരുന്നത്. ഇത്രയാണ് ബേസിക് ഔട്ട്ലൈൻ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് മുകളിലെ ബാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗ് ഔട്ടും കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു.